പറ്റി അരുണേട്ടാ? ഏയ് അവനെ കണ്ടതോടെ ആകെ മൂടങ്ങ് പോയി. ഞാൻ പറഞ്ഞില്ലേ അത് വിടാൻ. അയാൾ പോയി കാണും. വാ ഇങ്ങോട്ട്. ആ സച്ചേട്ടാ, ദേ ദേവു. ദേവു ചേച്ചി, ഞാൻ എത്ര സമയം വെയിറ്റ് ചെയ്യുന്നു. എവിടെ നിന്റെ ആള്? അവിടെ നിപ്പുണ്ട്. നിങ്ങളെ കാണാനുള്ള സന്തോഷത്തിൽ വന്നതാ. അപ്പോഴാ കാണാൻ പാടില്ലാത്ത ആരോ കണ്ട് ആള് മൂഡൌട്ടായിട്ട് നിക്ക. ഞാനും കണ്ടു അതുപോലെ ഒരുത്തന്നെ. എന്റെ മൂഡ് പോയി. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ വിട്. നീ ആളെ വിളിക്ക്. അരുണേട്ടാ, സച്ചേട്ടാ, സച്ചേട്ടാ, രേവതി ചേച്ചി, ഇതാ ഞാൻ കണ്ടെത്തിയ ആള്. പോലീസ് കോൺസ്റ്റബിളാ. പേരരുൺ. വാ അരുണേട്ടാ. അരുണേട്ടാ, ഇതാണ് രേവതി ചേച്ചി സച്ചേട്ടനും. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞ് അരുണേട്ടൻ നിങ്ങളുടെ ഫാനാ ഇപ്പൊ. അരുണേട്ടൻ എന്നോട് ചോദിക്ക എന്നെ അവർക്ക് ഇഷ്ടാവൂന്ന്. ഞാൻ പറഞ്ഞു ഇഷ്ടാവൂന്ന്. അരുണേട്ടനെ കണ്ട ആർക്കാ ഇഷ്ടാവാത്തെ? അല്ലേ സച്ചേട്ടാ? കണ്ടപ്പോഴേ അരുണേട്ടനെ രണ്ടാളെ ഇഷ്ടായോ? സച്ചേട്ട സംസാരിക്കാൻ തുടങ്ങിയാലേ ഇഷ്ടം കൂടും. ഒരിക്കൽ സച്ചേട്ടനോട് സംസാരിച്ചാലേ പിന്നെ ജീവിതത്തില് ഏട്ടനെ മറക്കാൻ പറ്റില്ല. അല്ല, ഇതെന്താ ആരൊന്നും മിണ്ടാത്തെ? അതിന് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് തരണ്ടേ? ചേച്ചി, നമുക്കേ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയിരിക്കാം. ഇവിടെ അരുണേട്ടന് ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്. ഒരു റൗഡിയാ. കുറച്ചു മുൻപ് അദ്ദേഹത്തെ കണ്ടതോടെ അരുണേട്ടന്റെ മൂടങ്ങ് പോയി. റൗഡി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോയിരിക്കാം. സച്ചേട്ടാ, അല്ല ചേച്ചി, സച്ചേട്ടൻ എന്താ പോയത്? ഇദ്ദേഹം നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു റൗഡി ഇവിടെ ഉണ്ടെന്ന്? അദ്ദേഹം പറഞ്ഞ റൗഡി മറ്റാരുമല്ല, സച്ചേട്ടനാ. പിടിച്ചേ. അരുണേട്ടാ, സച്ചേട്ടാ, എന്താ രേവതി ഇത്? ദേവ് പ്രണയിച്ചത് നല്ലൊരുത്തനായിരിക്കും ഞാൻ കരുതിയത്. ഈ ചെകുത്താനെ എവിടെ നിന്ന് കിട്ടിയ അവക്ക്? നാട്ടിൽ വേറെ ആമ്പിളരല്ല ചേട്ടാ.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചേട്ടാ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല. സർക്കാർ ജോലിയുണ്ടല്ലോ, സൗന്ദര്യമുണ്ട്, അതില് വീണ് പോയതായിരിക്കും. അവന് സർക്കാർ ജോലിയൊന്നും അധികാലം ഉണ്ടാവില്ല. അവന്റെ സ്വഭാവം വെച്ചത് പോവും. മുഖത്ത് മാത്രമേ സൗന്ദര്യമുള്ളൂ, മനസ്സിലാവുന്നുമില്ല. ഇവനെപ്പോലെ ഒരുത്തിന്റെ കൂടെ അവളെ പറഞ്ഞു വെച്ചാൽ അവളുടെ ജീവിതം എന്താവും? എനിക്കത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക. അവരുടെ കല്യാണം നമ്മൾ നടത്തി കൊടുത്താ അവളുടെ ജീവിതം കണ്ണീരിലാവും, അതുറപ്പാ. ഒരു തെറ്റായ തീരുമാനത്തിന്റെ വില ജീവിതകാലം മുഴുവനും അവൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ഈ കല്യാണം നടക്കരുത്. അവന്റെ അടുത്തുനിന്ന് ദേവുവിനെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കറിയാഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്താ അവനെ തടയാൻ നോക്കും. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ആളുകൾ അറിയും, ദേവുവിനത് വിഷമമുണ്ടാക്കും. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്ക്. ഓ രവതി, ഓ വേഗം ചെല്ല്. ഇനി ഇവിടെ നിന്നാ അവനെ കൺമുന്നിൽ കണ്ട എന്റെ കൺട്രോൾ പോവും. എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. അരുണേട്ടാ, ഈ റൗഡിയാണോ നീ നല്ലവനെന്ന് പറഞ്ഞ? ഇവനെ പോലെ ഒരു മോശം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നെ അവർക്ക് ഇഷ്ടാവൂന്ന് ഞാൻ ചോദിച്ചില്ലേ? രാവിലെ മുതൽ ഞാൻ പേടിച്ച് എന്നെ സംഭവിച്ചു. അവർക്കെന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ നിനക്കെന്നെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണം നടന്നിരിക്കും. ദേവു, വാ നമുക്ക് പോവാം. വരാനല്ലേ നിന്നോട് പറഞ്ഞത്? വാ ഇങ്ങോട്ട്. ദേവു, ഇനി ദേവുവിനെ എനിക്ക് തരാതിരിക്കാനായി അവൻ കളിക്കും. നേടാനായി ഞാനും കളിക്കും. അവളെ ഞാൻ കെട്ടിയിരിക്കും. സച്ചേട്ടാ, സച്ചേട്ടാ. അമ്മയുടെ അമ്മേ, ദാ സച്ചേട്ടൻ വന്നിരിക്കുന്നു. മോനെ, എന്താ എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? അമ്മ, ഇതൊന്നും എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ഇതിപ്പോ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ വന്നേ. എന്താ നീ രേവതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ദേവിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു. നല്ല ബുദ്ധിയുള്ളവളാന്നാ കരുതിയേ. പക്ഷെ അവള് ഞാൻ വിചാരിച്ച പോലെ അല്ല. അവൾക്ക് തീരെ ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ട് ഇങ്ങനെ കാണിക്കുമേ. സച്ചേട്ടാ, എന്താ അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവു ഒരാളോട്ട് പ്രണയത്തില. സച്ചേട്ടാ, സത്യമാണോ? സത്യമാണ്. കുറച്ചു നാളായിട്ട് അവള് മിക്ക സമയത്തും ഫോണിലായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എനിക്ക് അപ്പോഴേ ചെറിയ സംശയം തോന്നിയിരുന്നു. പക്ഷേ അവൾ അങ്ങനെ ഒരു പെൺകുട്ടി അല്ലല്ലോ. അതുകൊണ്ട് അതെന്റെ സംശയം മാത്രമായിരിക്കും എന്ന് കരുതി ഞാൻ സ്വയം സമാധാനിച്ചു. അമ്മേ, പ്രണയിക്കുന്നൊന്നും തെറ്റല്ല. പക്ഷെ ആരെ പ്രണയിക്കുന്നു എന്നാണ് വിഷയം. അവൾക്ക് വേണ്ട ചെറുക്കനെ തിരഞ്ഞെടുക്കുന്നതിൽ അവൾക്ക് തെറ്റുപറ്റിയമ്മേ. അവനെനിക്ക് നന്നായിട്ട് അറിയാം.
അവൻ നല്ലവനല്ലമ്മേ. അവന്റെ സ്വഭാവം ശരിയല്ല. മോശപ്പെട്ട ഒരുത്തനെയാ ദേവ് കണ്ടെത്തിയിരിക്കുന്നത്. അയ്യോ ഈശ്വര, ആരെ അവള് പ്രണയിക്കുന്നേ? ഒരു പോലീസുകാരനാ, പേര് അരുൺ. ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനം. അയ്യോ ഒരുത്തൻ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാറില്ലേ, അവനാണ് ഇവൻ. ആര്? അന്ന് സച്ചേട്ടന്റെ കാർ പിടിച്ചെടുത്തോണ്ട് പോയ ആളോ? ഈ ഇടയ്ക്ക് സച്ചേട്ടൻ കാർ ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കിയ പോലീസുകാരനോ? അതെ, ആ വൃത്തികെട്ടവൻ തന്നെ. ശ്ശോ. ഭയങ്കര ഈഗോയാ അവന്. പോലീസ് യൂണിഫോം ഉള്ളതിന്റെ അഹങ്കാരവും ഒരിത്തിരി പോലും മനുഷ്യത്വം ഇല്ല അവന്. എന്താ ഇപ്പൊ പറയാ? വിഷം അവൻ, കൊടും വിഷം. അവനെപ്പോലെ ഒരുത്തിനെ കെട്ടിയ അവളുടെ ജീവിതം തൊലഞ്ഞു പോവും, ദുരിതമാവും, വലിയ വില കൊടുക്കേണ്ടി വരും. അല്ല മോനെ, ദേവും അവനും തമ്മിൽ പ്രണയത്തിലാണെന്ന് മോനെങ്ങനെ അറിഞ്ഞു? ദേവിനൊരാളെ ഇഷ്ടമെന്ന് രേവതി എന്നോട് പറഞ്ഞിരുന്നു. അവനെ കണ്ട് കല്യാണക്കാരി സംസാരിക്കാൻ വേണ്ടി എന്നെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരാൻ ദേവു രേവതിയോട് പറഞ്ഞു. അവൾ ഇഷ്ടപ്പെട്ട ചെറുക്കനല്ലേ. നമ്മളൊന്ന് കണ്ടതിന് ശേഷം അമ്മയോട് സംസാരിച്ച് ഉറപ്പിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ആ കല്യാണം നടത്തി കൊടുക്കാന്നാ ഞാൻ കരുതിയതമ്മേ. അവിടെ എത്തുമ്പോഴാ ഞങ്ങൾ അറിയുന്നത് ദേവു പ്രണയിക്കുന്നത് ആ അരുണ്യാണെന്ന്. അമ്മേ, അവൻ ശരിയല്ല, ഒരു കാലത്തും ശരിയാവാനും പോകുന്നില്ല. ദേവുനും നമ്മുടെ കുടുംബത്തിനും ചേർന്നവനല്ല അവൻ. അവൻ നമ്മുടെ കുടുംബത്തിലേക്ക് മരുമകനായിട്ട് വരരുത്. എനിക്ക് വേണ്ടിയല്ല, അവക്ക് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത്. അമ്മേ, അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ. അമ്മേ, ഇനിയിപ്പോ ഞാൻ എന്താ പറയാ? ഈ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നവനാ. എന്റെ കാര്യത്തിൽ അതാ ഉണ്ടായേ. അങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിച്ചാ നമ്മുടെ ദേവുവിന്റെ അവസ്ഥ എന്താവും? സച്ചേട്ടാ, അദ്ദേഹം ഒരു മോശം ഒരുത്തനാണെങ്കിൽ ദേവു അയാളെ ഇഷ്ടപ്പെടുവോ? ഞാൻ ഇത്രയും പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അവൻ മോശം തന്നെയാ, അവന്റെ സ്വഭാവം ശരിയല്ല. സച്ചേട്ടാ, കാര്യമില്ലാതെ സച്ചേട്ടൻ പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ലവനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അവൾ അവന്റെ വലയിൽ വീണത്. ഇപ്പോ അവർ പ്രണയിക്കുക. പ്രണയകാലത്ത് അഭിനയാണല്ലോ കൂടുതലും. ഇപ്പം അവൾ അവനിൽ കുറ്റവും കുറവും ഒന്നും കാണില്ല. ഇവന്റെയൊക്കെ തനി സ്വഭാവം അറിയണമെങ്കിൽ കല്യാണം കഴിയണം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ദേവുവിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എനിക്കറിയാം മോനെ, അവളുടെ നന്മയെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുന്നത്. അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാ നീ എല്ലാം പറയുന്നത്. അവളുടെ ഏട്ടനല്ലേ ഞാൻ. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവില്ലേ? ഇന്നിപ്പോ ഞാൻ മിണ്ടാതിരുന്ന നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് ജീവിതകാലം മുഴുവനും ആ കുറ്റബോധം കൊണ്ട് ഞാൻ നടക്കണം. അതുകൊണ്ട് അവൻ വേണ്ടമ്മേ. അവൾക്ക് ഈ കുടുംബത്തിന് ചേർന്ന നല്ലൊരുത്തനെ ഞാൻ കണ്ടെത്തും. അവളുടെ കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തും. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് മോനെ വിശ്വാസം. അമ്മേ, ഇതെന്റെ സ്വന്തം കുടുംബ. അമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെ. ഇവനെന്റെ അനിയനാ, അവളെന്റെ അനിയത്തി. നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കണം. അതാ അമ്മേ എന്റെ ആഗ്രഹം. അതിന് വേണ്ടത് എന്തും ഞാൻ ചെയ്യും. ഇന്ന് തന്നെ ഞാൻ അവൾക്ക് വേണ്ടി ചെക്കനെ അന്വേഷിക്കാൻ തുടങ്ങും. അമ്മ കണ്ടോ, അവളെ കഷ്ടപ്പെടുത്താത്ത, സ്നേഹിക്കുന്ന, നല്ലപോലെ നോക്കുന്ന നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടെത്തും. അവളുടെ കല്യാണം ഞാൻ നടത്തുകയും ചെയ്യും. അമ്മേ, ദേവു വന്നാ ഞാൻ പറഞ്ഞൊക്കെ അവളോട് പറയണം. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ബന്ധം ഉപേക്ഷിക്കാൻ പറയണം. അമ്മ പറഞ്ഞാ അവളെ അനുസരിക്കും. അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ.
ഞാൻ പറയാം മോനെ. എന്നാ ഞാൻ പോട്ടെ. ഉം. ഡാ, പോയിട്ട് വരാം. എന്റെ ഈശ്വര, എന്തൊക്കെ ഞാൻ ഈ കേട്ടത്. കൃഷ്ണേട്ട, എല്ലാം കേട്ടില്ലേ? നമ്മുടെ ദേവുൽ നിന്ന് ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താ അമ്മ ഇത്? അമ്മ കരയല്ലേ? എവിടെ? എന്താണ് നീ കാണിച്ച്? എന്താ കാണിച്ചെന്ന്? ഇന്ന് ഞാനില്ല. അമ്മേ, നീ കാണിച്ച്. അമ്മ എന്തായി കാണിക്കുന്നേ? എന്തിനാ ഇവളിങ്ങനെ അടിക്കുന്നേ? വീടെന്ന്. എന്താ അമ്മ ഇത്? എന്തിനാ ഇവളിങ്ങനെ അടിക്കുന്നേ? ഇങ്ങനെ ഇട്ട് തല്ല മാത്രമേ ഇവൾ എന്ത് തെറ്റാ ചെയ്തേ? ഇതിനായിരുന്നോടി ജോലിക്കെന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്? കല്യാണം ഇപ്പൊ വേണ്ട വേണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞത് ആ പോലീസുകാരന്റെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ടായിരുന്നല്ലേടി? നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നീ മറന്നു. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതായി പോയല്ലോ നിനക്ക്. തെമ്മാടിയായ ഒരു പോലീസുകാരനെ മാത്രം നിനക്ക് കിട്ടിയല്ലോടി. നീ ഇങ്ങനത്തെ ഒരുത്തിയാണെന്ന് ഞാൻ കരുതിയില്ല. നിന്നെ കണ്ണുടച്ച് വിശ്വസിച്ച എന്നെ നീ ചതിച്ചു. എന്നെ വെറും മണ്ടിയാക്കിയല്ലടി. നീ എന്നെ ചതിച്ചില്ലടി. ചതിച്ചില്ലടി. അമ്മ ഇതിപ്പോ എങ്ങനെ അറിഞ്ഞത്? കുറച്ചു മുമ്പേ സച്ചിയേട്ടൻ വന്നിരുന്നു. സച്ചിയേട്ടനാ പറഞ്ഞേ. പോലീസുകാരൻ ഏത് തരക്കാരനാണ്? അവന്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ്? ഇതൊക്കെ സച്ചി എന്നോട് പറഞ്ഞു തന്നു. നീ ഇങ്ങനെ ഒരുത്തന്റെ വലയിൽ പോയി വീണു അല്ലടി? മക്കൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിട്ട് ചാവും പകലും ഒന്നില്ലാതെ പൂക്കുട്ടയായിട്ട് ഞാൻ ഓടി നടന്നത്. എന്നിട്ടിപ്പോ അവള് ചെന്ന് പെട്ടേക്കുന്നത് കണ്ടില്ലേ? നിങ്ങളുടെ അച്ഛൻ പോയ ദിവസം മുതല് ഞാൻ നിങ്ങളുടെ അമ്മ മാത്രമായിരുന്നില്ല, നിങ്ങളുടെ അച്ഛൻ കൂടിയായിരുന്നു. എന്റെ ജീവിതം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കരകയറ്റിയത്. നിങ്ങളുടെ ചിരി കാണുമ്പോഴായിരുന്നു എന്റെ സന്തോഷം. നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോ ഈ കേട്ടതൊക്കെ അമ്മയ്ക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണോ? ആണോന്ന്? ഈ കേട്ടതൊക്കെ അമ്മയ്ക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണോ? ആണോന്ന്? പെൺകുട്ടികളെ വളർത്തുന്നത് വലിയ ഉത്തരവാദിത്വമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ ചുവടും പേടിച്ച് പേടിച്ച് ഞാൻ വെച്ചത്. ചുറ്റിനും പട്ടവിട്ട് പറക്കുക കഴുകന്മാര്. അതുകൊണ്ട്
ഞാൻ നിങ്ങളെ ചെറുകിനടിയിൽ ഒളിപ്പിച്ചത്. എന്നിട്ടും ഈ അമ്മയുടെ കണ്ണു വെട്ടിച്ച് നീ പോയല്ലോടി. അച്ഛനില്ലാത്ത പെണ്ണ്. അമ്മ അതിനെ നേരാൻ വണ്ണം നോക്കിയില്ല. അവരതിനെ കെട്ടഴിച്ചു വിട്ടു. പെണ്ണ് പെണ്ണിനെ വഴിക്ക് നടന്നു. ഇതൊക്കെ അറിയുമ്പോ നാട്ടുകാർ പറയും എല്ലാം കുറ്റം അമ്മയ്ക്ക. എന്തിനാടി നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? അമ്മ ഇങ്ങനെയൊക്കെ പറയാനും നീ മിണ്ടി പോരുത്. നീ മുന്നേ അറിഞ്ഞിട്ടും എന്നോട് പറയാതെ മറച്ചു വെച്ചു അല്ലേ? എന്നാലും നീയും എന്നോട് ഇങ്ങനെ കാണിക്കുന്നു വിചാരിച്ചില്ല. അമ്മ പ്രണയിക്കുന്നത് വലിയ കുറ്റമൊന്നുമല്ല. അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നേ? കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല ഒരുത്തന്റെ കയ്യിലല്ല അവള്. അവനെ പോലൊരുത്തനെ കല്യാണം കഴിച്ച ഇവളുടെ ഗതി എന്താവും? ഇത്രയും കാലം ഞാൻ വളർത്തി വലുതാക്കിയത് ഇതിനു വേണ്ടിയായിരുന്നോ? അമ്മ അരുൺ എന്നാണ് ആ പോലീസുകാരന്റെ പേര്. അമ്മയ്ക്ക് അദ്ദേഹത്തെ അറിയോ? ഇപ്പൊ എനിക്കറിയാം. സച്ചി പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാം. അവൻ ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നും ഒക്കെ സച്ചി വ്യക്തമായിട്ട് പറഞ്ഞു. അവനെ കുറിച്ച് നല്ലോണം അറിഞ്ഞിട്ടാ സച്ചി പറഞ്ഞത്. അമ്മ ദേവു മണ്ടിയൊന്നുമല്ല. നല്ല ബുദ്ധിയും പക്വതയുള്ള പെണ്ണാ. അവൾ അവൾക്ക് വേണ്ടി മോശം ഒരാളെ കണ്ടെത്തൂന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം കണ്ട് ഇഷ്ടപ്പെട്ടവരല്ല അവര്. പരസ്പരം ആഴത്തില് മനസ്സിലാക്കിയ ശേഷം അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ആ സ്ഥാനത്ത് നിന്ന് കുടുംബത്തെ നോക്കുന്നത് എന്റെ സച്ചി മോന. ഈ വീട്ടിൽ അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നടക്കാൻ പാടില്ല. തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പെണ്ണിനുണ്ട്. അവൻ നമ്മുടെ ദൈവനെ കെട്ടിയ അവളുടെ ഭാവി എന്താവും? അവളുടെ ജീവിതം അതോടെ അവസാനിക്കില്ലേ? മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചാലേ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. അതിന് നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്?